ഹായ് ഫ്രണ്ട്സ്, ക്രയോൺ ആർട്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പാടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഒരു തെങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങൾ വീഡിയോ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തെങ്ങിലാണ് നമ്മൾ ആ ഒരു ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ സൈഡിലായി കാണുന്ന നമ്മുടെ പാടത്തിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് പകർത്തിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം. അപ്പം വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ തെങ്ങിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പറും പശയും വെച്ച് ഞാനൊന്ന് ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്താണ് നമ്മുടെ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിത്രം വരച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ തെങ്ങും ചെറിയ മരങ്ങളും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ അതൊന്ന് കളർ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ആദ്യമേ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പാടത്തിന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് ഒരു മഞ്ഞയും പച്ചയും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് പാടത്തിൻ്റെ ഒരു ചെറിയൊരു ഫീല് നമുക്ക് അനുഭവപ്പെടും. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ലൈറ്റാക്കി ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഡാർക്കായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഡാർക്കായിട്ട് ചെയ്യുകയാണ്. അപ്പം മരങ്ങളും തെങ്ങുകളൊക്കെ ഒന്ന് ഡാർക്കായിട്ട് ദൂരെയുള്ളൊന്ന് ഡാർക്കായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പാടം കാണുമ്പം എൻ്റെ പഴയ കാലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ചെറിയ കാലത്ത് അന്ന് ഈ പാടം ഇങ്ങനെയൊന്നും അല്ല. അന്ന് സ്ഥിരമായി കൃഷിയുള്ള സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. അന്ന് പാടത്തിൽ നടിയിലും കൊയ്ത്തും എന്തെല്ലാം രസമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഫീല് തന്നെ. അതുപോലെ നമ്മുടെ പാടത്തിൻ്റെ അടുത്തൊക്കെ പോയിരിക്കാൻ എന്ത് നല്ല രസമാണല്ലേ. അപ്പം പാടത്തിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെയൊക്കെ ശബ്ദവും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. പണ്ട് സ്ഥിരമായിട്ട് പാടത്തിലൊക്കെ കളിച്ച് നടന്നിരുന്നായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ പാടത്തുള്ള ചെറിയ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ചെറിയ പുല്ലുകളും ഒക്കെ നമ്മൾ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെറിയ ചെറിയ ചുവന്ന പൂക്കളൊക്കെ കാണപ്പെടുന്നു. വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീടിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീടിൻ്റെ അടുത്തുനിന്ന് ഇതുപോലെ പാടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതും എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ അവിടെ ദൂരെയായിട്ട് ചില ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഞാൻ ചെറിയ ഗ്രേ കളറൊക്കെ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകളൊക്കെ ദൂരെ നിന്ന് ഒരു ചെറിയ ഗ്രേ നിറത്തിലാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ അതുമൊക്കെ ഞാൻ ചെറുതായിട്ട് ഗ്രേ കളറൊക്കെ യൂസ് ചെയ്ത് ഞാൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ 1-2 ദിവസം എടുത്താണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ കുറേ പുല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തൊന്നും പുല്ലുകളില്ല. അവിടെയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി. അതുകൊണ്ടാണ് ആ ഭാഗത്ത് പുല്ലുകളൊക്കെ പോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തെങ്ങല്ല വേറെ തെങ്ങാന്ന് വിചാരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ ഇതാണ്ട് ഈ ഒരു പോർഷനാണ് ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു പോർഷനാണ് ഞാൻ ഈ തെങ്ങിൽ വരച്ചിട്ടുള്ളത്. നമ്മുടെ വരയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.